ഇപ്പോൾ ആരോഗ്യം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ കണ്ണൂർ സംഭവങ്ങൾക്ക് ശേഷം ഇനിയൊരു മത്സരരംഗത്തേക്ക് പോകുന്നതിനടക്കം ഒരു ചെറിയ പ്രയാസം പറയുകയും അത് പാർട്ടി നേതൃത്വത്തെ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്ത ഘട്ടമുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും മാനസികമായി ഒരു മത്സരത്തിന് തയ്യാറെടുത്ത് അനുമതി നൽകിയിട്ടുണ്ടോ? 5 വർഷം ഓരോ ദിവസവും ആക്രമണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ, പലതരത്തിൽ PA കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ വീട്ടിൽ റീത്ത് വെച്ച സംഭവം, അപ്പോൾ റീത്ത് വെക്കുമ്പോൾ എന്തിനാണ് വെക്കുന്നത്? ഏതോ കാലത്ത്, ഞാൻ മന്ത്രി അല്ലാതെ ഇരുന്നൊരു കാലത്ത് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുള്ളൂ. അപ്പം അതിന് മന്ത്രി ഉത്തരവാദിയാണോ? വ്യക്തിപരമായ ടാർഗറ്റ്, അധിക്ഷേപം, പിന്നെ അതൊരു ഫിസിക്കൽ ഇതിലേക്കും കൂടി വന്നപ്പോൾ ഏത് കുടുംബമാണെങ്കിലും സ്വാഭാവികമല്ലേ? കാരണം അത്രയും അവർ വിഷമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണെന്ന് പ്രതിപക്ഷം പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്പർ 1 കേരളമാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ മേഖല ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തുടരുന്നു എന്നുള്ള ഒരാരോപണം അത് പ്രസക്തമല്ലേ? പ്രതിപക്ഷത്തിന് എന്തും പറയാമല്ലോ, അത് പറയട്ടെ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളിൽ പ്രതിയായ ഒരു മുതിർന്ന നേതാവ് 90 ദിവസത്തിലധികം ജയിലിൽ കിടന്ന് സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുന്നു. തീർച്ചയായും ആ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങടക്കം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഉത്തരവാദിത്വം പറയേണ്ട അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ഒരു ഘട്ടം കൂടിയല്ലേ? ഇതിൽ പാർട്ടി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. പോറ്റിയെ ജയിലിൽ കയറ്റിയതാണ് ഇടതുപക്ഷ സർക്കാർ എന്ന നിലപാട് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഈ പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടി വേണം എന്നത് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വനിതാ നേതാവ് ജില്ലയിൽ നിന്നുള്ള ആൾ സമ്മർദ്ദം ചെലുത്തിയ ചില വാർത്തകൾ വന്നിരുന്നു. അങ്ങാണോ ആ വനിതാ നേതാവ്? നിങ്ങളെല്ലാം ഓരോ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക. പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്ന പ്രധാനത്തിൽ സജീവമാവുകയാണ്. ആറന്മുളക്കാരെക്കുറിച്ചുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും എന്താണ്? ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണല്ലോ പത്തനംതിട്ട ഉൾക്കൊള്ളുന്ന ആറന്മുള. അപ്പോൾ ഒരു ചേർത്ത് പിടിക്കലാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് പരസ്പരം തീർച്ചയായിട്ടും അത് തന്നെ തുടരും. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവിധ ആശംസകളും. താങ്ക് യു.